VT സോഫിയോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കും. ബഹുമാനനായ അധ്യക്ഷൻ, CPIM-ന്റെ ഈ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ അമരക്കാരൻ സഖാവ് PP വാസുദേവൻ, മറ്റു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, CPIM-ന്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, എൻ്റെ സഖാക്കൾ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഈ വരുന്ന മെയ് 16-ന് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് തീപാറുന്ന പോരാട്ടം കേരളത്തിനകത്ത് നടക്കുമ്പോൾ മെയ് 19 അതിന്റെ റിസൾട്ട് പുറത്തു വരുന്ന സമയത്ത് യാതൊരു സംശയവുമില്ല, കേരളം ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരും, ഭരിക്കും എന്നുള്ള കാര്യത്തില് നമ്മുടെ എതിരാളികൾക്ക് പോലും യാതൊരു ആശങ്കക്കും ഇടയാകാത്ത വിധത്തിൽ എല്ലാവരും സമ്മതിച്ചതാണ്. നമുക്കും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് ശശിയേട്ടനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ നിയോജക മണ്ഡലത്തിന്റെ ശബ്ദം കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഒരിക്കൽ ഉയർന്നതാണ്. അന്ന് ഈ നാടിന്റെ വികസനവും നമ്മൾ കണ്ടതാണ്. വീണ്ടും ആ ശബ്ദം നിയമനിർമ്മാണ സഭക്കകത്ത് ഉയരുന്നതിനു വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലാണ് നമ്മളെല്ലാവരും, പെരിന്തൽമണ്ണയിലെ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് മെയ് 16-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് പോളിംഗ് ബൂത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് നമ്മുടെ കൈവിരൽ കൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അമർത്തുന്നതിന് മുമ്പ് കേരളം 5 കൊല്ലം ഭരിച്ച ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള UDF-ന്റെ ഗവൺമെന്റ് ഈ രാജ്യത്തുണ്ടായ വിവിധ കാര്യങ്ങളിൽ എടുത്ത നിലപാടുകൾ എന്ത്, ഈ രാജ്യത്ത് അവരെങ്ങനെയാണ് ഭരണം നടത്തിയത്, ആ ഭരണത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. അത് ഈ നാട്ടിലെ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSSകാര് രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഗാന്ധിജിയെ കൊന്ന ആയുധം താഴെ വെക്കാതെ ഇന്ത്യയിലെ 149ഓളം വരുന്ന മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് ഈ ഇന്ത്യക്കകത്ത് അലറി വിളിക്കുന്ന സമയത്ത് കേരളത്തില് ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF-ന്റെ ഗവൺമെന്റിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ കോൺഗ്രസിന്റെ എല്ലാവിധ നെറികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർത്തുകൊണ്ട് RSSകാർ കടന്നു പോകുന്ന സമയത്ത് ഈ കേരളത്തിനകത്ത് എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പൊതുസമൂഹം നന്നായി പരിശോധിച്ചു പോകേണ്ട സന്ദർഭമാണ് മെയ് 16-ന് കടന്നു വരുന്നത്. കാരണം നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിൽ 20 MLA-മാരും ഇപ്പൊ പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയടക്കം മാലിന്യ മന്ത്രി പട്ടം വരെ ചമഞ്ഞുകൊണ്ട് UDF-ന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭ മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് നിലപാടെടുത്തു എന്ന് ചോദിക്കുമ്പോ മുസ്ലിം ലീഗുകാരനടക്കം കോൺഗ്രസുകാരനടക്കം നമുക്ക് സമ്മതിച്ചു തരും അവര്. കാരണം RSSകാര് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് അലറി വിളിക്കുന്ന സമയത്ത് RSSകാരെ പേടിയോടെ, വെറുപ്പോടെ, അറപ്പോടെ ഈ കേരളത്തിലെ ജനത മാറ്റി നിർത്തുന്ന സമയത്ത് കേരളത്തില് 20 MLA-മാരും 5 മന്ത്രിമാരും അടങ്ങുന്ന ടീമുള്ള മുസ്ലിം ലീഗും UDF-ന്റെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF-ന്റെ ഗവൺമെന്റ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനകത്തൊരു അധ്യാപകന്റെ കാല് ബോംബിട്ട് തകർത്ത കേസിലെ 36 RSSകാരുടെ കേസ് ഈ രാജ്യത്തിനകത്ത് പിൻവലിച്ചു കൊടുക്കുന്ന ഗവൺമെന്റിന്റെ പേരാണ് UDF-ന്റെ ഗവൺമെന്റ്. ആ UDF-ന്റെ ഗവൺമെന്റിനകത്ത് ഇസ്ലാമിക സംരക്ഷക പാർട്ടിയുടെ ലേബലിൽ ഈ നാട്ടിനകത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ 20 MLA-മാര്, അതിലുള്ള 5 മന്ത്രിമാരുമുണ്ട്. വേണ്ട എന്നൊന്ന് പറഞ്ഞു അവര്. മാറാടിന്റെ മണ്ണിൽ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാഡിയ എന്ന RSSകാരന്റെ കേസ് പിൻവലിച്ചു കൊടുക്കുമ്പോ കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിനകത്തുള്ള 20 MLA-മാർ മുസ്ലിം ലീഗിന്, 5 മന്ത്രിമാർ മുസ്ലിം ലീഗിന്.
വേണ്ട, ഇത് പാടില്ല എന്ന് ഉമ്മൻചാണ്ടിയെ കൈയൊന്ന് പിടിച്ചുകൊണ്ട് നിഷേധത്തോടുകൂടി പാടില്ല മിസ്റ്റർ ഉമ്മൻചാണ്ടി എന്ന് പറയാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു നിലപാടെടുക്കാൻ UDF-ന്റെ ഗവൺമെന്റിന് സാധിച്ചോ? ഇറച്ചി കഴിച്ചതിന്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന നാടായിട്ട് ഈ നാട് മാറിയപ്പോഴാണോ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനം നടുറോട്ടിലേക്ക് ബീഫ് വിളമ്പിക്കൊണ്ട് ഇറങ്ങി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഈ നാട്ടിലെ യുവാക്കള് ഒന്നടങ്കം പറയുന്ന സമയത്ത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള തൃശൂർ പോലീസ് അക്കാദമിക്കകത്ത് ബീഫ് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കുമ്പോ മുസ്ലിം ലീഗ് കേരളത്തിന്റെ ഗവൺമെന്റിനകത്തില്ലേ ബീഫിന്റെ കാര്യത്തിലൊന്നും ഉണ്ടാൻ പറ്റാത്ത ലീഗേ പിന്നെ നിങ്ങൾ ഏത് കാര്യത്തിലാ ഈ കേരളത്തിനകത്തൊന്നും ഉണ്ട് ചെയ്തില്ല? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടുപഠിക്കും. മതനിരപേക്ഷത എങ്ങനെയാണ് കാത്തു സംരക്ഷിക്കേണ്ടത് എന്ന് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. പാകിസ്ഥാനിലെ ഗസൽ ഗായകൻ ഗുലാം അലി മഹാരാഷ്ട്ര സംസ്ഥാനത്തിനകത്ത് മുംബൈക്കകത്ത് ഒരു ഗസൽ പരിപാടി അവതരിപ്പിക്കാൻ ഡേറ്റ് കൊടുക്കുന്നു. RSSന്റെ സാങ്കിക്കുട്ടന്മാർ അത് മണത്തറിഞ്ഞു. അവര് ഗുലാം അലിയെ പാകിസ്ഥാനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ഇന്ത്യയിലേക്ക് ഗസലുമായി പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കാലുകുത്തിയാൽ മയ്യത്ത് ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് കൊടുത്തയക്കുമെന്ന് പറഞ്ഞപ്പോ ലോകം കണ്ട മഹാനായ ഗസൽ ഗായകൻ ഈ സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നില്ല, എന്റെ പരിപാടി റദ്ദാക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കമ്മ്യൂണിസ്റ്റുകാരൻ അടങ്ങിയിരുന്നിട്ടില്ല ലീഗ് കോൺഗ്രസ്. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് MA ബേബി ഗുലാം അലിയെയും മകനെയും വിളിച്ചിട്ട് പറഞ്ഞു, കേരളത്തിന്റെ മണ്ണിലേക്ക് അങ്ങേക്ക് സ്വാഗതം, കടന്നു വരാം, അങ്ങേക്ക് ഇവിടെ ഗസൽ പരിപാടി അവതരിപ്പിക്കാം, അങ്ങേക്ക് കാവലായി ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ ഈ ചെങ്കൊടിയുമായി കാവലുണ്ടാകുമെന്ന് പറഞ്ഞ് ഗുലാം അലിയെ വിളിച്ചു കൊണ്ടുവന്ന് 3 ജില്ലകൾക്കകത്ത് 8 പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് ഗുലാം അലി സ്വന്തം നാടായ പാകിസ്ഥാനിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് ഒരു രോമത്തിന് പോലും പോറലേൽപ്പിക്കാൻ ഒരു RSSകാരനും ഈ മണ്ണിൽ കടന്നു വരാതിരുന്നത് മുസ്ലിം ലീഗിന്റെ പച്ചയോ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ശൗര്യമോ കണ്ടിട്ടല്ല, മറിച്ച് ജീവൻ കൊടുത്തും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കേരളത്തിനകത്ത് ഇനിയും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം. അങ്ങനെയല്ലേ ഒരു നാടിന്റെ മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കേണ്ടത്? ഇറച്ചി കഴിച്ചതിന്റെ പേരിൽ മുഹമ്മദ് അഖിലാഖി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വീട്ടിലേക്ക് കയറിക്കൊണ്ട് RSSകാർ ഇഷ്ടിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന സമയത്ത് RSSകാരുടെ കാല് പിടിച്ചുകൊണ്ട് അഖിലാഖിന്റെ ഭാര്യയും മകളും കരഞ്ഞു പറയുന്നുണ്ട്, ഫ്രിഡ്ജിനകത്തുണ്ട് ഞങ്ങൾ കഴിച്ചതിന്റെ ബാക്കി മാംസം, ഒന്ന് പരിശോധിക്കും നിങ്ങൾ, ഞങ്ങളുടെ ബാപ്പയെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞു. ആരായിരുന്നു അഖിലാഖ്? ഇന്ന് ഭാര്യ ഗർഭിണിയാണ് എന്നറിയുന്ന നിമിഷം മുതൽ മക്കളെ ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും വക്കീലാക്കാനും സ്വപ്നം കണ്ടു നടക്കുന്ന രക്ഷിതാക്കളുള്ള നാട്ടിലാണ് മുഹമ്മദ് അഖിലാഖ് തന്റെ മകനോട് പറഞ്ഞത്, നീ ഞങ്ങളെ സംരക്ഷിക്കേണ്ട, പകരം ഈ രാജ്യത്തിന്റെ അതിർത്തികൾ കാത്ത് സംരക്ഷിക്കുന്ന പട്ടാളക്കാരനാകണം. രാജ്യ സേവനത്തിന് വേണ്ടി സ്വന്തം മകനെ പറഞ്ഞയച്ച അഖിലാഖ് എന്ന് പറയുന്ന ബാപ്പയാണ് വീട്ടിൽ കയറി RSSകാർ തല്ലിക്കൊന്ന സമയത്ത് ആ വീട്ടിലേക്ക് ആദ്യമായി ഓടിയെത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് ബൃന്ദ കാരാട്ടാണ്. അല്ലേ? എത്ര ദിവസം കഴിഞ്ഞിട്ടാ ഇവിടുന്ന് UDF-ന്റെ ആളുകള് ആ വീട്ടിലേക്കൊന്ന് കയറി ചെന്നത്? ഇപ്പോഴല്ലേ നമ്മൾ കേട്ടത് ജാർഖണ്ഡിൽ നിന്നും 100 കിലോമീറ്റർ അകലെ റാഞ്ചിയില് ഇറച്ചി കച്ചവടം നടത്തി എന്ന പേര് ആരോപിച്ചുകൊണ്ട് മുഹമ്മദ് മുജൈമിൽ എന്ന് പറയുന്ന 45 വയസ്സുകാരനെയും അസദ് ഖാൻ എന്ന് പറയുന്ന 15 വയസ്സുള്ള കുട്ടിയെയും കന്നുകാലി കച്ചവടം നടത്തി എന്നതിന്റെ പേരിൽ RSSകാര് നടുറോട്ടിലിട്ട് തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കിയിട്ട വാർത്ത നമ്മൾ കണ്ടു. TV-യില് വളരെ ലൈവായിക്കൊണ്ട് ആ ന്യൂസ് നമ്മൾ കണ്ടു. എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്? 23-ാം തീയതി കഴിഞ്ഞ 23-ാം തീയതി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കകത്തും RSSനെതിരെ ശക്തമായ പ്രതിഷേധ സായാഹ്ന ധർണകളും എല്ലാ പഞ്ചായത്തിനകത്തും സംഘടിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ വീട്ടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് ബൃന്ദ കാരാട്ട് കയറി ചെന്നുകൊണ്ട് 2 കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കുന്ന കാഴ്ച നമ്മൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് കണ്ടു.
അങ്ങനെയാണ് മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കേണ്ടത്. അല്ലാതെ അധികാരത്തിൽ കടന്നു വരുന്നതിന് വേണ്ടി പണ്ട് ബേപ്പൂരിൽ കോലീബി സഖ്യം ഉണ്ടാക്കിയതുപോലെ EMS പട്ടാമ്പിയിൽ മത്സരിച്ചപ്പോ അവിടെ RSSകാരനെ പിൻവലിച്ചുകൊണ്ട് RSSകാർക്ക് ഒത്താശ ചെയ്യുന്നവരായി മുസ്ലിം ലീഗുകാര് കോൺഗ്രസും മാറിയതുപോലെയല്ല ഈ നാടിനകത്ത് മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കേണ്ടത്. കണ്ടല്ലോ കേരളത്തിലെ ജനങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ലീഗ് 543 MP-മാരുള്ള ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് വെറും 9 MP-മാരുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഡൽഹിയിലെ ഓഫീസിന് നേരെ RSSകാർ കരിയോയിൽ ഒഴിക്കുകയും ഓഫീസിന് നേരെ കല്ലെറിയുകയും ചെയ്തപ്പോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഈ കേരളത്തിൽ മണ്ണിൽ ജീവിക്കുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അഭിമാനം കൊണ്ട് പുളകിതരായി. കാരണം ഞങ്ങളുടെ ഓഫീസിന് നേരെ RSSകാർ കല്ലെറിയുന്ന അതേ സമയത്ത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്ക് ഞങ്ങളെ കല്ലെറിയുന്ന, മനുഷ്യരെ ഇറച്ചി കഴിച്ചതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന, എഴുതിയതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന, ചിന്തിച്ചതിന്റെ പേരിൽ വെടിവെച്ച് കൊല്ലുന്ന RSSകാരൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കയറി ചെന്ന് ചായയും ജ്യൂസും കുടിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ എന്തേ മുസ്ലിം ലീഗുകാര ഒരു RSSകാരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിന്റെ പടവുകൾ ഒന്നുപോലും ചവിട്ടാൻ, എന്നിട്ട് കയറി വരാൻ ധൈര്യമില്ലാത്തത്? ഞങ്ങള് ഈ നാടിന്റെ മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കുന്നവരാണ്. ഞങ്ങളെ എല്ലാ ആവശ്യം അധികാരത്തിന് വേണ്ടി മതം ഉപയോഗിക്കുന്നവരുടെ കൂടെ കൂടി 4 കസേര ഒപ്പിച്ചെടുക്കാൻ ഏത് നെറികെട്ട കളിയും അവര് കളിക്കില്ലേ? മന്ത്രി പദവി കിട്ടാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ തരികിട കളികൾ കൊണ്ട് കേരളത്തിനകത്ത് ഇപ്പോ BJP-യുടെ കൂടെ മത്സരിക്കാൻ 70 സീറ്റിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടായി. അത് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നിറങ്ങി 2 സീറ്റിന്റെ ബലത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ കയറി മന്ത്രിമാരെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന സമയത്താണ് മുസ്ലിം ലീഗ് ഈ നാടിന്റെ മുമ്പിലേക്ക് ഒരു കാര്യം സമർപ്പിച്ചത്. ഞങ്ങൾക്ക് ഇസ്ലാമിന് 5 മന്ത്രിമാരെ കിട്ടണം. മുസ്ലിം ലീഗിന് 5 എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാം. കാരണം കോൺഗ്രസിനകത്ത് UDF-നകത്ത് പ്രബലമായ ഒരു പാർട്ടി, 2ാം പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ വേണമെന്ന് മുസ്ലിം ലീഗിന് ആവശ്യപ്പെടാം. പക്ഷേ അവര് പറഞ്ഞത് ഇസ്ലാമിന് 5. അതിന്റെ ഭാഗമായി നടന്ന പൊറാട്ട് നാടകങ്ങൾ എന്തൊക്കെയാണ്? മഞ്ഞളാംകുഴി അലിന്റെ വീടിന്റെ മുമ്പിൽ ഒരാഴ്ചക്ക് നാസിക് ഡോളിന്റെ ഒരു ടീം നിന്ന് മുട്ടലൊടങ്ങി. പാണക്കാട് ചണ്ടമാടത്തിന്റെ വേറൊരു മുട്ടല്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീടിന്റെ അടുക്കളയിൽ കൂടി പ്രതിഷേധ മാർച്ച്, കോലായിൽ ധർണ. എല്ലാ പൊറാട്ട് നാടകങ്ങൾക്കും ഒടുവിൽ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു ഇസ്ലാമിന് 5, മഞ്ഞളാംകുഴി അലി മാലിന്യ മന്ത്രി. എന്താ ഉണ്ടായത്? അങ്ങനെ 5 മന്ത്രിമാരെ മലപ്പുറം ജില്ലക്കകത്ത് മഞ്ഞളാംകുഴി അലി അടക്കമുള്ളവരെ മന്ത്രിമാരായി കൊടുത്തിട്ടും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലക്കകത്ത് 7 പഞ്ചായത്ത് ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ 40 പഞ്ചായത്തുകൾ ഭരിക്കുന്ന നിലയിലേക്ക് എത്തിയെങ്കിൽ 5 മന്ത്രിമാരെ ഇസ്ലാമിന് കൊടുത്തിട്ടും ആ മതവിശ്വാസികൾ മുസ്ലിം ലീഗിന്റെ കൂടെ നിന്നിട്ടില്ല എന്നതിന്റെ തെളിവ് ഈ മലപ്പുറത്തെ നോക്കിയാൽ മതി. എന്തേ നിൽക്കാഞ്ഞത്? ഇവിടുത്തെ മതവിശ്വാസികൾ മനസ്സിലാക്കിയത് മാലിന്യ മന്ത്രി പട്ടം കിട്ടിയ മന്ത്രിക്ക് ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന പണം കൊണ്ട് ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോ ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് മന്ത്രിക്ക് വീടുണ്ടാക്കാനും ആ മന്ത്രിയുടെ വീടിൽ AC ഫിറ്റ് ചെയ്യാനും കാറ് വാങ്ങാനും ആ കാറിൽ പെട്രോൾ അടിക്കാനും ആ നികുതി പണം കൊണ്ട് തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും മന്ത്രിക്ക് അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ പെരുമാറിലൂടെ ഗവൺമെന്റിന്റെ കൊടിവെച്ച പറക്കാനുള്ളതാണ്. അല്ലാതെ UDF-ന്റെ ഗവൺമെന്റ് വന്നതിന് കൊണ്ട് കറണ്ടിന്റെ ബില്ല് കുറഞ്ഞിട്ടില്ല, വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. മുസ്ലിം ലീഗിലെ അത്തരം ആളുകളുടെ അമ്മ പെങ്ങന്മാർക്ക് മര്യാദക്ക് റോട്ടിലിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഞങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റാൻ 5 മന്ത്രിമാരെ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് മതവിശ്വാസികൾ തിരിച്ചറിഞ്ഞു. അവര് മതനിരപേക്ഷതയുടെ കൂടെ ജീവൻ കൊടുത്ത് പോരാടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നു. പക്ഷേ മുസ്ലിം ലീഗ് അന്ന് നിങ്ങൾ ഇസ്ലാമിന് 5 പറഞ്ഞ അന്നാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായി കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ ഹിന്ദു ലീഗ് ഉണ്ടാക്കും.
ഓർമ്മയുണ്ട? ഹിന്ദു ലീഗ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ പറഞ്ഞു പാടില്ല. അമ്പലത്തിന്റെ ഉത്സവ പറമ്പുകളിൽ, പൂരപ്പറമ്പുകളിൽ ഹിന്ദുവും മുസൽമാനും കൈകോർത്ത് ചേർത്ത് പിടിച്ച് നടക്കുന്ന നാടാണ് കേരളം. പള്ളികളിലെ നേർച്ച പരിപാടികളിൽ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതും വിളമ്പുന്നതും. നമ്മൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഒരുമിച്ച് പുൽക്കൂടൊരുക്കിക്കൊണ്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഈ കേരളത്തിലെ മനുഷ്യരെ ഹിന്ദുവും മുസ്ലിമാക്കി രണ്ട് ലീഗാക്കിക്കൊണ്ട് നാടിന്റെ മതസൗഹാർദ്ദത്തെ കളയരുത്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ് നാളെ വളർന്നു വരുന്ന തലമുറക്ക് ഇതേ സൗഹാർദ്ദത്തോടു കൂടി ഈ നാടിനെ തിരിച്ചു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് വാർഡുകൾ തോറും മതനിരപേക്ഷ സംഗമങ്ങൾ സംഘടിപ്പിച്ചു ഞങ്ങള്. പക്ഷേ എന്താ ഉണ്ടായത്? വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ സ്വർഗത്തിന് തുല്യമായി കണക്കാക്കുന്ന ഒരു കൂട്ടര് കേരളത്തിനകത്തുണ്ട്. ആര്? RSSകാര്. 4614 ശാഖകൾ കേരളത്തിന്റെ മണ്ണിൽ അന്തിപ്പാതിര നേരത്ത് നടത്തുന്ന RSS. ആ RSS രൂപീകരിച്ച കാലം മുതൽ ഇന്ന് വരെ കേരളത്തിന്റെ 140 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടും ഒരു MLA പോലും BJPക്കോ RSSനോ കേരളത്തിലെ ജനത കൊടുത്തിട്ടില്ല. അറപ്പോടെ, വെറുപ്പോടെ, പേടിയോടെ മാറ്റി നിർത്തിയിരുന്ന RSSകാരൻ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കി അവരെന്താ ചെയ്തത്? വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചു. കേരളത്തിലെ BJPയുടെ ഇവിടെ കാണുന്ന നേതാക്കന്മാരല്ല ചർച്ചയ്ക്ക് വന്നത്. RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത് ഡൽഹിയിൽ നിന്നും കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തി. മാറാടിന്റെ മണ്ണിൽ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാഡിയ കേരളത്തിന്റെ മണ്ണിലേക്ക് ചർച്ചയ്ക്കെത്തി. ഗുജറാത്തിന്റെ മണ്ണില് 3000-ഓളം വരുന്ന മനുഷ്യരെ കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്ത അമിത്ഷാ എന്ന് പറയുന്ന BJPയുടെ നേതാവ് ഈ കേരളത്തിന്റെ മണ്ണിലെത്തി. വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്തി. വെള്ളാപ്പള്ളി ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് സമത്വ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. പാടില്ല. ആരാ പറഞ്ഞത്? ഇടതുപക്ഷ യുവജന സംഘടന DYFI കേരളത്തിന്റെ 14 ജില്ലകളിൽ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത്? വെള്ളാപ്പള്ളിക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേരാം, ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. പക്ഷേ 1888 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇവിടം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനമായ SNDPയെ RSSകാരന്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടരുത് എന്ന് ഈ നാടിനകത്ത് പറയാൻ DYFI പോലെയുള്ള യുവജന സംഘടനകൾ രംഗത്ത് വന്നു. പക്ഷേ എന്താ ഉണ്ടായത്? ലീഗ് തൊടുത്തു വിട്ട അമ്പ്. ആ അമ്പ് എവിടെയാ പതിച്ചത്? വെള്ളാപ്പള്ളി BJPയുമായി ചർച്ച നടത്തിയ അവസാനം കേരളത്തിന്റെ മണ്ണിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ കൂടുതൽ വന്നു. അതിന്റെ പേരാണ് ലീഗ് BDJS. ആരാ ഉണ്ടാക്കിയത്? നിങ്ങള്. 5ാം മന്ത്രി എന്ന് പറയുന്ന പദവിക്ക് വേണ്ടിയിട്ട് RSSകാരനെ ശക്തി കൂട്ടാൻ വെള്ളാപ്പള്ളിയുടെ പാർട്ടി കടന്നു വന്നു. ഇന്ന് 70 മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കുക. ആരാ കാരണം? നിങ്ങളല്ലേ? മുസ്ലിം ലീഗല്ലേ ഈ നാട്ടിൽ കുറെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയത്? 92 ബാബരി മസ്ജിദിന്റെ മിനാരങ്ങള് സരയൂ നദിയുടെ തീരത്ത് തകർന്നിങ്ങനെ തരിപ്പണമാകുന്ന സമയത്ത് കേരളത്തില് കോൺഗ്രസിന്റെ കൂടെ അധികാരത്തിലിരുന്ന മുസ്ലിം ലീഗ് അന്ന് ആ മന്ത്രി പദവിയെങ്കിലും ഒന്ന് രാജിവെച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ കൂടെ നിൽക്കാതെ വന്നപ്പോഴാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന മതവിശ്വാസികള്, മതത്തിന്റെ ആളുകൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ലീഗില് വിശ്വാസമില്ല. അങ്ങനെയല്ലേ INL രൂപീകരിച്ചത്, PDP വന്നത്, വെൽഫെയർ വന്നത്, ഈ SDPI പോലെയുള്ള, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള, NDF പോലെയുള്ള മുസ്ലിം വിശ്വാസികളെ, ഇസ്ലാമത വിശ്വാസികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കുറെ രാഷ്ട്രീയ പാർട്ടികള് ഈ കേരളത്തിന്റെ മണ്ണിൽ മലപ്പുറം ജില്ലക്കകത്ത് രൂപീകരിച്ച് 92-ലാ. ഇപ്പൊ RSSന് ശക്തി കൂട്ടാൻ BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ രൂപീകരണത്തിനും കാരണമായത് ഇതേ മുസ്ലിം ലീഗല്ലേ? മുസ്ലിം ലീഗ് എങ്ങനെ RSSനെ സ്നേഹിക്കാം? അതാ നോക്കുന്നത്. എങ്ങനെയാണ് ഞങ്ങൾ RSSനെ സ്നേഹിക്കേണ്ടത്? അല്ലെങ്കിൽ നിങ്ങളുടെ മലപ്പുറം മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോയ ഈ അഹമ്മദ് സാഹിബ് നരേന്ദ്രമോദിയുടെ വിദേശകാര്യ വകുപ്പിനകത്ത് ശിപ്പായി പണിയെടുക്കുക. ഇന്ത്യയിലെ ജനങ്ങൾ മാതൃക കാണിച്ചു തന്നയിലെ കന്നഡയിലെ എഴുത്തുകാരൻ കൽബുർഗിയെ വെടിവെച്ചു കൊന്നപ്പോ
ശാസ്ത്ര പ്രചാരകനായ നരേന്ദ്ര ദാബോൽക്കറെ കൊന്നപ്പോ, ചരിത്രകാരനായ ഗോവിന്ദ പൻസാരിയെ RSSകാർ കൊന്നപ്പോ, പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ എഴുത്തുകാരനോട് എഴുതിയാൽ കൈവെട്ടുമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പേന താഴെ വെച്ചുകൊണ്ട് എഴുത്ത് നിർത്തിയെന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളോട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോ, തെന്നിന്ത്യയിലെ സിനിമാ നടൻ രജനീകാന്തിനോട് നീ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന മുസ്ലിമിന്റെ വേഷത്തിൽ അഭിനയിക്കരുത് എന്ന് RSSകാരൻ തിട്ടൂരമുറക്കുന്ന സമയത്ത് പ്രൊഫസർ MM ബഷീറിലെ കോഴിക്കോട് സർവകലാശാലയിലെ പ്രൊഫസർ മാതൃഭൂമിക്കകത്ത് രാമായണത്തെ കുറിച്ച് എഴുതുമ്പോ മുസ്ലിമായ താൻ രാമായണത്തെ കുറിച്ച് എഴുതരുത് എന്ന് RSSകാരൻ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഇന്ത്യയിലെ 135ഓളം വരുന്ന എഴുത്തുകാര്, 54ഓളം വരുന്ന ചരിത്രകാരന്മാര്, 22ഓളം വരുന്ന ചലച്ചിത്ര പ്രവർത്തകര് ഈ നരേന്ദ്രമോദിയുടെയും RSSന്റെ ഗവൺമെന്റിന്റെയും ഒരു അവാർഡും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരുടെ മുഖത്തേക്ക് അത് വലിച്ചൊറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇസ്ലാമിക സംരക്ഷക പാർട്ടിയുടെ ലേബലിൽ ഈ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ മലപ്പുറം മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോയ ഈ അഹമ്മദ് സാഹിബ് നരേന്ദ്രമോദിയുടെ വിദേശകാര്യ വകുപ്പിനകത്ത് ജോലി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കൈയൊന്ന് ഉയർത്തി ഈ നാട്ടിലെ മനുഷ്യരെ, ന്യൂനപക്ഷങ്ങളെ ആകെ കൊന്നൊടുക്കുന്ന, താഴ്ന്ന ജാതിക്കാരനെ ആകെ ചുട്ടുകൊല്ലുന്ന ഈ ഗവൺമെന്റിന്റെ ഒരു അവാർഡും ഞങ്ങൾക്ക് വേണ്ട എന്നൊന്ന് പറയാൻ എന്ത് മുസ്ലിം ലീഗിന് സാധിക്കാതിരുന്നത്? അപ്പൊ മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാൻ നിങ്ങൾക്കായിട്ടുണ്ടോ? ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോ മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാൻ കേരളത്തിലെ UDF നിലനിൽക്കുന്ന UDFന്റെ ഗവൺമെന്റിന് ഒരു നിലപാടും എടുത്തില്ല എന്ന് മാത്രമല്ല, RSSകാർ അവരുടെ ഓഫീസുകളിൽ പോലും കയറി വന്നുകൊണ്ട് ചായയും പലഹാരവും കഴിച്ച് ഈ തെരഞ്ഞെടുപ്പിനകത്ത് എങ്ങനെ RSSകാരനുമായി ഒത്തുകൂടിക്കൊണ്ട്, ഫാസിസ്റ്റ് ശക്തികളുമായി ഒത്തുകൂടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന ചർച്ച നടത്തുകയാണ് ഈ കൂട്ടര്. കേരളത്തിന്റെ ഭരണത്തെ കുറിച്ച് നോക്കുമ്പോഴോ, ഇപ്പൊ മുഖ്യമന്ത്രി അവസാന നാളുകളിൽ നമ്മളെ മലപ്പുറത്തെ ഒരു ചൊല്ലുണ്ട്, ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്കക്കൂട്ടം കണ്ട മാതിരി. ഉമ്മൻചാണ്ടി അതാ ചെയ്തത്. ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഉദ്ഘാടന മഹാമഹങ്ങളല്ലായിരുന്നു. എന്തെല്ലാം ഉദ്ഘാടനങ്ങളാണ് നടത്തിയത്? നാടാകെ ഉദ്ഘാടനം. ഉമ്മൻചാണ്ടിയുടെ കാറ്, പിന്നിലൊരു കൊട്ട ഓട്ടോറിക്ഷ, ബാക്കിൽ 2-3 കോൺഗ്രസ്സുകാർ, 10 ആള് കൂടുന്നിടത്ത് ഉമ്മൻചാണ്ടി വണ്ടി നിർത്തുക. എന്താ അവിടെ ഇല്ലാത്തത്? മൃഗാശുപത്രി. കൊട്ട വണ്ടിയിൽ നിന്ന് കല്ലെടുത്തു, ബാക്കിലിരിക്കണ ബൈക്കിൽ നിന്ന് കോൺഗ്രസ്സുകാരന് ഇറങ്ങിയിട്ട് തുമ്പെ പിക്കാസ് കൊടുത്ത് കൊത്തി കല്ലിട്ടു, ഉദ്ഘാടനം. അങ്ങനെ നാടാകെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഉദ്ഘാടന മഹാമാങ്ങൾ നടത്തി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുക. അവസാനത്തെ മന്ത്രിസഭ കൂടിക്കൊണ്ട് അവർ തീരുമാനിക്കുന്നു 822 പദ്ധതികള്, മെത്രാൻ കായല്, കടമുടിക്കായല്, കേരളത്തിന്റെ പ്രകൃതി സമ്പത്ത് മുഴുവൻ സമ്പന്നനും കോർപ്പറേറ്റ് കമ്പനികൾക്കും അവരുടെ പിന്നാലെ നടക്കുന്ന ദല്ലാൾമാർക്കും ഒറ്റുകൊടുക്കുന്നവരായിട്ട് ഇവർ മാറിയില്ലേ? എങ്ങനെയാ അതിന് മുസ്ലിം ലീഗ് കൂട്ടുനിന്നത്? എന്റെ മരണത്തിന് ശേഷം ഖലീഫയായ 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അറേബ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ആളുകൾ വന്നിട്ട് ഭൂമി ഇങ്ങനെ അളക്കുകയാണ്. ഖലീഫ ചെന്നിട്ട് ചോദിച്ചു, എന്തിനാണ് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഇവിടെ ഒരു കച്ചവട സ്ഥാപനം തുടങ്ങാനാണ് എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞ കാര്യം, ഇത് ബൈത്തുൽ മാൽ, പൊതുധനമാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സമ്മതമില്ലാതെ അതിനൊന്നും ഒരു തുണ്ട് ഭൂമി അളക്കാൻ പോലും നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ച അതേ ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് പറഞ്ഞു നടക്കുന്നവര് 822 പദ്ധതികളിലൂടെ കേരളത്തിന്റെ 75% പ്രകൃതി സമ്പത്തും പണക്കാരന്റെ കോർപ്പറേറ്റ് കമ്പനികളുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോ ഒരിക്കലെങ്കിലും ഒന്ന് എണീറ്റ് നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയോട് പാടില്ല എന്നൊന്ന് പറയാൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചോ? കള്ള സന്യാസിയായി അറിയപ്പെടുന്ന സന്തോഷ് മാധവന് കേരളത്തിന്റെ 118 ഏക്കർ ഭൂമി വീതിച്ചു കൊടുക്കുക. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലെ പ്രതി കടുവാത്തോല അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം നടത്തിയിരുന്ന കള്ള ആശ്രമത്തിൽ നിന്നും പിടിക്കപ്പെട്ട കേസിലെ പ്രതി, കുഴൽപ്പണ ഇടപാടിൽ പിടിക്കപ്പെട്ട പ്രതി, ഇങ്ങനെ നാട്ടിലുള്ള സകലമാന
കള്ളത്തരങ്ങളുടെയും ഏജന്റായി പ്രവർത്തിച്ച് അതിന്റെയൊക്കെ പേരില് കേസുള്ള സന്തോഷ് മാധവൻ എന്ന് പറയുന്ന കള്ള സന്യാസിക്ക് കേരളത്തിന്റെ 118 ഏക്കർ വീതിച്ചു കൊടുക്കാനുള്ള പദ്ധതിയല്ലേ ഇവരിട്ടത്? അദ്ദേഹം പീഡിപ്പിച്ച പ്രായത്തിലുള്ള പെൺകുട്ടികളെ കൊണ്ട് ഒരന്തി ഉറങ്ങാൻ ഒരു തുണ്ട് ഭൂമിയില്ലാതെ കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന മനുഷ്യര് ഈ നാട്ടിലെ വാടക കോട്ടേഴ്സിലും തെരുവിലും അന്തി ഉറങ്ങുന്നുണ്ട്. അവനൊരു വീട് കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള കള്ള സന്യാസിമാർക്ക് ജയിലിനകത്ത് പോലും എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത് ഈ കേരളത്തിന്റെ ഭൂമി കട്ടെടുക്കുന്ന നിലയിലേക്ക് അത് തിരിച്ചറിഞ്ഞപ്പോ 822 പദ്ധതികൾ ഇങ്ങനെ നടപ്പിലാക്കിയത് മുഴുവൻ വെട്ടിക്കൊണ്ടിരിക്കുക, റദ്ദാക്കിക്കൊണ്ടിരിക്കുക. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നടത്തിയില്ല. 7 ആള് പോകുന്ന ഹെലികോപ്റ്റർ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവരാൻ പോകുന്ന തൊടിയിൽ കൊണ്ടു നിർത്തിയിട്ട് അതിൽ കയറിയിട്ട് ഉദ്ഘാടനം നടത്തുക. കൊച്ചിയിൽ മെട്രോ റെയിലിന്റെ ഉദ്ഘാടനം നടത്തുക. നാട്ടിലുള്ള സകലമാന ഉദ്ഘാടനങ്ങളും നടത്തുക. ഇപ്പൊ സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം അങ്ങനെ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ മോളിനോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മച്ചി നമ്മളെ വീടിന്റെ ഉദ്ഘാടനം നടത്തില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അത് നടത്താൻ പറ്റൂലല്ലോ, കാരണം വാർപ്പിട്ടിട്ടല്ലേ ഉള്ളൂ, ജനവാതിൽ വെക്കണം, വാതിൽ വെക്കണം, കറണ്ട് എടുക്കണം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, മുൻഭാഗം പെയിന്റ് അടിച്ചാൽ മതി. ഇപ്പൊ സ്മാർട്ട് സിറ്റി അതാ, മുൻഭാഗം പെയിന്റ് അടിച്ചിട്ട് ഉള്ളിൽ അണ്ണന്മാര് പണിയെടുക്കില്ലമ്മ, അതിന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കണം. ഇതല്ലേ ഇങ്ങനെ നാട്ടിലുള്ള സകലമാന മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഓരോ വകുപ്പ് ഇങ്ങനെ പറഞ്ഞാൽ നേരം വിളിക്കും. പൊതുവിതരണ വകുപ്പിന്റെ അവസ്ഥ എന്താ? 2 രൂപക്ക് 85 ലക്ഷം കുടുംബങ്ങൾക്ക് അരി കൊടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് എല്ലാ നിലയിലും മനുഷ്യരെ അവരുടെ പ്രയാസങ്ങൾ കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ ഭക്ഷണം എല്ലാ വീടുകളിലും എത്തിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുമ്പോ 1 രൂപക്ക് അരിയും കൊണ്ട് വന്നതാ. ഇപ്പൊ എന്താ അവസ്ഥ? റേഷൻ കടയ്ക്ക് 2 ലിറ്ററിന്റെ കന്നാസും കൊണ്ട് പോയിരുന്ന കുട്ടി നമ്മളെ ഭരണത്തിൽ 1 ലിറ്ററായി. കുട്ടിക്ക് കുറച്ച് സന്തോഷമായി. 500 ആയപ്പോ കുട്ടിക്ക് ബഹുത്ത് സന്തോഷമായി. കാരണം എന്താ? പെപ്സിന്റെ കുപ്പി പോക്കറ്റിലും തിരികെ ക്രിക്കറ്റും കോട്ടിക്കളിയും ഫുട്ബോളും കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തിയാൽ മതി. ഇപ്പൊ ഉമ്മൻചാണ്ടി വെച്ചൊരു ഫ്ലക്സ് ഉണ്ട്, വളരണം ഈ നാട്, ആയിക്കോട്ടെ, തുടരണം ഈ ഭരണം. ഒരു വട്ടം കൂടി കൊടുത്താൽ ഇപ്പൊ 500ന്റെ കുപ്പിയേറ്റ് പോണത് അത്തറും കുപ്പിയേറ്റ് മണ്ണെണ്ണക്ക് പോകേണ്ട ഗതികേടിലേക്ക് കേരളത്തിന്റെ പൊതുവിതരണ സമ്പ്രദായത്തെ അവർ എത്തിക്കൂലേ? 14-ാം തീയതി വിഷു ആണല്ലോ. ഉമ്മൻചാണ്ടി വിഷു മറന്നിട്ടില്ലല്ലോ, രമേശ് ചെന്നിത്തല മറന്നിട്ടില്ലല്ലോ. 39ഓളം വരുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭക്ഷ്യമന്ത്രി സി ദിവാകരൻ കേരളം ഭരിച്ചിരുന്ന സമയത്ത് മാവേലി സ്റ്റോറിലൂടെ, സപ്ലൈകോയിലൂടെ, റേഷൻ കടകളിലൂടെ സഹകരണ ചന്തകൾ ഗ്രാമാന്തരങ്ങളിൽ നടത്തി കേരളത്തിന്റെ മുഴുവൻ വീടുകളിലും ഓണത്തിനും വിഷുവിനും ഈസ്റ്ററിനും ക്രിസ്മസിനും ബലിപെരുന്നാളിനും ചെറുപെരുന്നാളിനും എല്ലാ ആഘോഷങ്ങൾക്കും ഞങ്ങൾ എത്തിച്ചിരുന്നുവെങ്കിൽ അതൊന്നും വേണ്ട, 39 വേണ്ട, 9 എണ്ണമെങ്കിലും ഈ 14-ാം തീയതി വിഷുവിന് മുമ്പ് കേരളത്തിന്റെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ എന്തേ നിങ്ങൾക്ക് സാധിക്കാതെ വന്നത്? കട്ടെടുക്കല്ലേ, ജനങ്ങൾക്ക് കൊടുക്കാനില്ല. 650 കോടി രൂപ കാണാനില്ല. എവിടെയെന്ന് ചോദിച്ചപ്പോ അനൂപ് ജേക്കബ് എന്ന് പറയുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയാ, എന്നെ മാനം കെടുത്താൻ ചോദിക്കല്ലേ, അത് അരിന്റെ പൈസയാണ് ചോദിക്കണം. മൂപ്പര സ്വത്ത് എത്രയെന്നോ, മൂപ്പര ആധാരത്തിൽ എത്ര ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നോ, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെന്നല്ലേ ചോദിച്ചത്. കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള അരിയുടെ പണം കാണാനില്ല, അതെവിടെ എന്ന് ചോദിച്ചപ്പോ അതിനു പോലും കൃത്യമായ മറുപടി പറയാൻ പറ്റാത്തവരായിട്ട് ഇവര് മാറിയില്ലേ? 25 കിലോ അരി BPL വിഭാഗത്തിന് കൊടുത്തിരുന്നത് 17 ആക്കി. APL-ന്റെ അരി 7 കിലോ വെച്ചിട്ട് കുറച്ചു ഓരോ മനുഷ്യരിലും. അവസാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉമ്മൻചാണ്ടി പ്രഖ്യാപനം എല്ലാവർക്കും പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും അരി. അത് കേൾക്കുമ്പോ ജനങ്ങള് പൊട്ടന്മാരാണെന്നാണ് ഇവര് വിചാരം. ഈ 4.5 കൊല്ലം ഉമ്മൻചാണ്ടിക്ക് കൊടുത്തുകൂടായിരുന്നു, കൊടുത്തിട്ടില്ല. അപ്പൊ ഞാന് എന്റെ വീട്ടിൽ പോവല് ഈ ചെങ്കുവട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ബസ് ഇറങ്ങുമ്പോൾ ഈ പൊതുയോഗത്തിനൊക്കെ പോയ ഒരു 10 മണി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വണ്ടി ഇങ്ങനെ വരിവരിക്ക് നിൽക്കും. അപ്പൊ ആദ്യം കാണുന്ന ഓട്ടോറിക്ഷ കയറണം, പിന്നെ രണ്ടാമത് അങ്ങനെയാ കയറില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ 3 ലീഗേരനാണ്, 4-മതാണ് CIT-കാരൻ നിൽക്കുന്നത്. പിന്നെ അവിടെ ഒരു ലീഗേരനാണ് എന്നുള്ളത് കൊണ്ട് ഓട്ടോറിക്ഷ കയറാതെ കാത്തു നിൽക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നുള്ളത് കൊണ്ട് ആ ഓട്ടോറിക്ഷയിൽ മുന്നിൽ നിൽക്കുന്ന ലീഗേരന്റെ ഓട്ടോറിക്ഷ കയറിയ പാട് എന്നോട് പറഞ്ഞു, സോഫിയ സഖാബ് വല്ലാത്ത കഷ്ടാട്ടോ. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു,
അതിപ്പോ ഈ കാര്യാക്കണ്ട, നമ്മൾ മുസ്ലിം ലീഗിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ടാവും എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു കാര്യാക്കണ്ട, നമ്മളിപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് ചേർത്തി ആവുമ്പോൾ നിങ്ങളെ ഭരണത്തിലെ പോരായ്മകൾ ജനങ്ങളോട് തുറന്നു കാണിക്കല്ലോ, അതേ ചെയ്തോളൂ. മാത്രമല്ല സ്റ്റിയറിംഗും എന്റെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ മര്യാദക്ക് സംസാരിച്ചപ്പോ എന്നോട് പറയാ അതല്ല, ഞങ്ങൾ APLന്റെ 10 അരി 5 ആക്കി കുറച്ചിണു. 3 തവണ എന്റെ വീട്ടിൽ കട്ടൻ ചായയും കുടിച്ച് മുസ്ലിം ലീഗിന്റെ കോണിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞ ആളാ. കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന് നന്നായി തിരിച്ചറിയാവുന്ന എന്നോട് ഇത്തരത്തിൽ അവരുടെ പ്രയാസങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ലീഗുകാരനടക്കം പറയുന്നുണ്ടെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിനകത്ത് അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ചെറുപ്പക്കാരന് ഒരിക്കലും വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരായാലും അതിന്റെ നേരെ അവരുടെ വിരലുകൾ അമരും എന്ന് തോന്നുന്നില്ല. അങ്ങനെ പൊതുവിതരണ വകുപ്പ്, വൈദ്യുതി വകുപ്പിന്റെ അവസ്ഥ എന്താ? നമ്മൾ ആര്യയുടെ മുന്നത കറണ്ട് ബില്ല് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും എന്ത്, ആര്യാട മുഹമ്മദിനെ മുസ്ലിം ലീഗുകാർ KSEBിന്റെ മുമ്പിൽ നിന്ന് 4 ചീത്ത പറയുന്നു. മഹാനായ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ പോലും പരസ്യമായിട്ട് തെറി പറയുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് ആര്യാട മുഹമ്മദാ. അപ്പൊ ആര്യാട മുഹമ്മദ് കറണ്ട് ബില്ല് കൂട്ടുമ്പോ ഞാൻ വിചാരിക്കും യൂത്ത് ലീഗുകാർ ആ പച്ചക്കൊടിയും കയ്യിൽ പിടിച്ചിട്ട് KSEBിന്റെ മുമ്പിൽ നിന്നിട്ട് 4 ചീത്ത വിളിക്കൂല. നിലമ്പൂർ കൊണ്ട് എത്തുമ്പോ മുസ്ലിം ലീഗുകാർ മറക്കും. സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ചിഹ്നമായ കോണി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചാരി വെച്ചിട്ട് കൈപ്പത്തിക്ക് വോട്ട് ചെയ്തിട്ട് വിജയിക്കും. ഇപ്പൊ അദ്ദേഹം രാഷ്ട്രീയം വിട്ടു 87ാമത്തെ വയസ്സിൽ. നല്ല കാര്യം. അപ്പൊ കുറെ കോൺഗ്രസ് കതറിട്ടിട്ട് നിലമ്പൂരിൽ ഈ റിലേ കോൽ ഇപ്പൊ ഞങ്ങൾക്ക് തെരുവിച്ചിട്ട് കാത്തിരിക്കായിരുന്നു. കൊടുത്തില്ല, വീട്ടിൽ തന്നെ കൊടുത്തു. ആര്യാടെ ഷൗക്കത്ത് ഇപ്പൊ മത്സരിക്കുക, അതിലേക്ക് ഞാൻ പോണില്ല. 16% കറണ്ട് ബില്ല് കൂട്ടിയത്. ഞങ്ങൾ മാതൃക കാണിച്ചു തന്നില്ലേ? ഇടതുപക്ഷത്തിന്റെ വൈദ്യുതി മന്ത്രി AK ബാലൻ കേരളം ഭരിച്ചിരുന്ന സമയത്ത് 5 വർഷം പവർ കട്ടില്ലാത്ത കേരളത്തെ ഞങ്ങൾ കാണിച്ചു തന്നു. നയാ പൈസ കറണ്ട് ബില്ല് കൂട്ടാത്ത കേരളത്തെ ഞങ്ങൾ കാണിച്ചു തന്നു. 140 നിയോജക മണ്ഡലങ്ങളിൽ 86 സമ്പൂർണമായി വൈദ്യുതീകരിച്ച് ഞങ്ങൾ മാതൃക കാണിച്ചു തന്നു. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന അന്നത്തെ പ്രധാനമന്ത്രിയെ പാലക്കാട് ജില്ലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ജില്ലയായി പാലക്കാട് ജില്ലയെ പ്രഖ്യാപിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോന്ന് 5 വർഷം കൊണ്ട് എന്തൊക്കെ പേരില കറണ്ട് ബില്ല് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത്. നമ്മളെ വീട്ടിലൊക്കെ ടിൻഡു മിൻഡു എന്നൊക്കെ കുട്ടികളെ പേര്. പക്ഷെ കറണ്ട് ബില്ലിന്റെ ഓമന പേരെന്താ? സർചാർജ് അടച്ചില്ലേ, മീറ്റർ ചാർജ് അടച്ചില്ലേ. ഇപ്പൊ അടുത്തല്ലേ ലവ് ലെറ്റർ എല്ലാ വീട്ടിലും എത്തിയത്. അന്വേഷിച്ചപ്പോ പറഞ്ഞു ടാക്സ് ആണ്, അടച്ചുകൊണ്ടിരിക്കുക നമ്മള്. അപ്പൊ ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും വക്കീലന്മാരുണ്ട് വൈദ്യുതി വകുപ്പിനകത്ത്. നമ്മൾ ഭരിക്കുമ്പോ 4 വക്കീലന്മാര്, നമ്മൾ അവർക്ക് 1 വർഷം കൊടുത്ത ശമ്പളം 6 ലക്ഷം രൂപ. വലതുപക്ഷം ഭരിക്കുമ്പോ 4ന് പകരം 24 വക്കീലന്മാര്, അവർക്ക് ഇവർ കൊടുത്ത ശമ്പളം 68 ലക്ഷം രൂപ. കോൺഗ്രസ് അങ്ങനെയാണ്. ഇതിപ്പോ കോൺഗ്രസിന്റെ പൊതുയോഗമാണെങ്കിൽ ആ ഇരിക്കുന്നോല് മുഴുവൻ ഇവിടെ ഉണ്ടാവും, ഈ ഇരിക്കുന്നോല് താഴത്തുണ്ടാവും. അങ്ങനെയാണ് കോൺഗ്രസ് പരിപാടി എടുത്തത്. അപ്പൊ 24 വക്കീലന്മാര്, ആ വക്കീലന്മാരിൽ ഒരു വക്കീലാണ് മുല്ലപ്പെരിയാർ കൊണ്ടുപോയിട്ട് 60 ലക്ഷം വരുന്ന ജനങ്ങളുടെ ജീവൻ മുല്ലപ്പെരിയാറിൽ താഴ്ത്തിയിട്ട് അത് തമിഴ്നാടിന് കൊടുത്തത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഡാമിന്റെ കച്ചവടം ഇവര് നിർത്തി. ഇല്ല. ആര്യാട മുഹമ്മദ് സാഹിബ് നിയമനിർമ്മാണ സഭക്കകത്ത് പാതി ഉറക്കത്തിലായ സമയത്താണ് ഇടതുപക്ഷത്തിന്റെ MLA ജമീല പ്രകാശം എണീറ്റ് നിന്നിട്ട് ചോദിച്ചത്, അല്ലയോ സാഹിബ്, ഞങ്ങളുടെ 3 ഡാമുകൾ എവിടെ? സാഹിബ് കേട്ടില്ല. അപ്പുറത്തിരിക്കുന്ന മന്ത്രി തോണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങളോടാട്ടാ ചോദ്യം. നെട്ടി ഉണർന്നിട്ട് ഒന്നുകൂടി ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കുതിരവട്ടം പപ്പു പറഞ്ഞ ഒരൊറ്റടി എവിടെ ഉണ്ട്, എവിടെ വെച്ചു. ജമീല പ്രകാശം പേപ്പർ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, 3 ഡാമുകൾ കൂടി തമിഴ്നാടിന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി 365 ദിവസം തോരാമഴ പെയ്താലും ആ മഴവെള്ളം കൊണ്ട് കേരളത്തിന്റെ ഡാമുകൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു പൊട്ടിയാലും ഈ 4 ഡാമിൽ നിന്നും 1 തുള്ളി വെള്ളം എടുത്ത് 1 യൂണിറ്റ് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ഭാഗ്യമില്ലാത്ത ജനങ്ങളാക്കി കേരളത്തിലെ ജനങ്ങളെ മാറ്റിയില്ലേ ഇവര്. പിന്നുള്ളത് ഒരു ആരോഗ്യ വകുപ്പാണ്. ആരോഗ്യമന്ത്രി അത്യാവശ്യന്റെ മാതിരി ആരോഗ്യമുണ്ട്, നല്ല ഗ്ലാമറാണ്, ചെരിഞ്ഞൊരു നടത്തത്തിന്റെ കുറവേ ഉള്ളൂ. അസൽ മോഹൻലാൽ, പേര് ശിവകുമാർ. ലോകാരോഗ്യ ദിനത്തിൽ എന്താ വന്നിട്ട് പറഞ്ഞത്? കേരളത്തിൽ ഓരോ വർഷവും 50,000 പുതിയ ക്യാൻസർ രോഗികൾ ഉയർന്നു വരുന്നു. ശരിയാണ്. പണ്ട് നമ്മളൊരു 100 വീട്ടിൽ നടന്നാൽ 2 വീട്ടിലെ ക്യാൻസർ രോഗി ഉണ്ടാവുള്ളൂ. ആ വീട്ടുകാരോട് എന്താണ് ആ രോഗിയുടെ അസുഖം എന്ന് ചോദിച്ചാൽ അവര് പറയൂല. പ്രയാസമാണ്, ക്യാൻസർ ആണെന്ന് പറയാൻ. ഇന്ന് 100 വീട് കയറിയാൽ 50 വീട്ടിലെ വരെ ക്യാൻസർ രോഗിയുള്ള സ്ഥലമായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുക. ആ ക്യാൻസറിന് കുടിക്കുന്ന ഒരു മരുന്നിന്റെ പേരാണ് കാസ്പജൻ.
40 ഗുളിക ഒരു രോഗി കഴിക്കണമെന്നതാണ്. 10 ദിവസം കുടിച്ച് 11ാമത്തെ ദിവസം രോഗി ആ ഗുളിക കുടിക്കാൻ മറന്നുപോയാൽ വീണ്ടും 40 എണ്ണം കഴിക്കണം. ഒന്നിന്റെ വില എത്രയാണെന്നറിയോ? 9920. 40 ഗുളിക ഒരു രോഗി കഴിക്കുമ്പോ ഒരു കുടുംബം കെട്ടുതാലി വിറ്റിട്ടാകാം, വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ടാകാം, ഉള്ള 10 സെന്റിൽ 5 സെന്റ് വിറ്റിട്ടാകാം, അല്ലെങ്കിൽ ഉള്ള 5 സെന്റിലെ വീട് ആർക്കെങ്കിലും വിറ്റിട്ട് വാടക വീട്ടിലേക്കോ തെരുവിലേക്കോ മാറിയിട്ട് ഒരു കുടുംബം ഒരു രോഗിക്ക് ഒരു ഗുളികക്ക് 3,87,520 രൂപ ചെലവാക്കുക നമ്മുടെ നാട്ടില്. ഞങ്ങൾ മാതൃക കാണിച്ചു തന്നു ലീഗ്, കോൺഗ്രസ്. ഇടതുപക്ഷത്തിന്റെ ആരോഗ്യമന്ത്രി PK ശ്രീമതി ടീച്ചർ ഭരിക്കുമ്പോ ആ മരുന്നിന്റെ വില 2120. നീതി സ്റ്റോറിലൂടെ 2120 രൂപക്ക് കൊടുത്തിരുന്ന മരുന്ന് 5 വർഷം കൊണ്ട് ഒരു മരുന്നിന് 7000-ലധികം രൂപ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ക്യാൻസർ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തെ കാർന്നു നിന്നത്, അതിനേക്കാൾ ക്രൂരമായി ഈ നാട്ടിലെ മനുഷ്യരുടെ അധ്വാനത്തെ കാർന്നു നിന്ന് ക്യാൻസർ ആയിക്കൊണ്ട് കേരളത്തിന്റെ ഗവൺമെന്റ് മാറില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ അവസ്ഥ എന്താ? അബ്ദുൾ റബ്ബ് നിങ്ങളെ നാട്ടുകാരനായിരുന്നു അതിന്റെ മുമ്പ്. നാലകത്ത് സൂപ്പ് 23-ാം തീയതി 2ാം ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ സൂപ്പിനേക്കാളും നന്നാവും എന്ന് കരുതി ലീഗർ തെരഞ്ഞെടുത്ത മന്ത്രിയാണ് അബ്ദുൾ റബ്ബ്. വന്നപ്പോ തൊട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ആ വർഗീയതയുടെ ചെറിയ അംശമെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിനകത്ത് കയറ്റാൻ പച്ച ബ്ലൗസും സാരിയിട്ടൊക്കെ വന്നു. അതൊന്നുമില്ല. ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പൊ എന്റെ നാട്ടിലെ അയൽവാസി മലപ്പുറത്തൊരു ക്ലിനിക്ക് തുടങ്ങിയിരുന്നു. അപ്പൊ ഞാൻ അരുൺ അവന്റെ പേര് ഞാൻ ചോദിച്ചു, അല്ല അരുണ ഈ ബികോമിനല്ലായിരുന്നു പഠിച്ചിരുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞാ ഞാൻ ബികോമിന് തന്നെ പഠിച്ചിരുന്നു, പക്ഷെ യൂണിവേഴ്സിറ്റിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ MBBS കിട്ടിയത്. എനിക്ക് ജീവിക്കണ്ടായത്. അവൻ ജീവിച്ചോണ്ടിരിക്കുക. കുട്ടികൾ പാടുന്ന പാട്ടേതാ? തേര റബ്ബ് മേര റബ്ബ് അല്ലേ? ചോദിക്കുമ്പോ എന്താ പറയാ? 10ാം ക്ലാസ്സിലായ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയാണ്. എന്തിനു വെച്ചു? ഫുൾ A+ കിട്ടണം. 2 SLCന്റെ റിസൾട്ട് വന്നത് നമ്മളെ നാട്ടിലൊരു IG കോപ്പി അടിച്ചല്ലോ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയാവുമ്പോ. അപ്പൊ IG-ന് കോപ്പി അടിച്ചപ്പോ അപ്പുറത്തെ റൂമുക്ക് കൊണ്ടുവന്നിട്ട് പോക്കറ്റ് തപ്പുക. ഒരു പോക്കറ്റ് തപ്പിയപ്പോ ഗൈഡിന്റെ 5-6 കോപ്പിയാ. അപ്പുറത്തെ പോക്കറ്റ് തപ്പിയപ്പോ ഉമ്മൻചാണ്ടിന്റെ ഫോട്ടോ. ഇതെന്തിനു വെച്ചു? ഇത് കോപ്പി അടിക്കുമ്പോ എനിക്ക് ബേജാറ് കൂടും. ബേജാറ് കൂടിയാ BP കൂടും. BP കൂടുമ്പോ മൂപ്പരെ നോക്കുമ്പോ ഒരു സമാധാനമാണ്. നാട്ടിലുള്ള സകലമാന കള്ളന്മാരും വണ്ടി ചോറ് വരെ കേരളത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ മൂപ്പരെ കാണാനാവും. എല്ലാവർക്കും സംരക്ഷകനാണ്. നിങ്ങൾ കുട്ടികളോട് ചോദിച്ചു നോക്കിയേ, പേന കണ്ടിരുന്നാണ്? ഇല്ല. ഇന്നലെല്ലാം എടുത്ത് തെളിവുണ്ടാ? അരിവാകത്തി കണ്ടിരുന്നാണ്? ഇല്ല. ഇന്നലെല്ലാം തേങ്ങ മീ കളിക്കുന്നുണ്ടെന്ന് തെളിവുണ്ടാ? ഉമ്മൻചാണ്ടിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ എല്ലാറ്റിനും തെളിവുണ്ടാന്നാ ചോദിക്കണം ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഓർമ്മയിലെ മൂന്നിയൂരിലെ ഒരു അധ്യാപകൻ അനീഷ് കുമാർ ലാബിലൊന്ന് ഷൂ ഇട്ട് കയറിയതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരണ കത്ത് കൊടുത്തെങ്കിലും ഇവർ സമ്മതിച്ചില്ല. മുസ്ലിം ലീഗിന്റെ മാനേജ്മെന്റ് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഒരു കോയാസ് ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ ഉണ്ട് ഡോക്ടർ കോയ. ആ കോയെ കൊണ്ട് ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവിടുത്തെ പ്യൂണായ അഷറഫിനെ ഡസ്കിന്റെ കാലുകൊണ്ട് ഈ അനീഷ് കുമാർ എന്ന അധ്യാപകൻ തല്ലിയിട്ടുണ്ട്. ആ തല്ലിയപ്പോ പൊട്ടി 8 സ്റ്റിച്ച് ഉണ്ട്. ആ 8 സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തതാണ് എന്ന് കള്ള സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തിട്ട് ചെറുപ്പക്കാരനെ ജോലിയിൽ നിന്നും പുറത്താക്കി. മാനസിക പ്രയാസവും സാമ്പത്തികവും ശാരീരികവുമായ പ്രയാസങ്ങൾ താങ്ങാൻ കഴിയാതെ അനീഷ് കുമാർ പാലക്കാട് മലമ്പുഴയിലെ ലോഡ്ജിൽ ചെന്ന് കയ്യിന്റെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തു. ഞരമ്പിൽ നിന്നും അവസാനമായി ഒഴുകുന്ന രക്തം കൊണ്ട് ചുമരിൽ ഒരു പേരെഴുതി വെച്ചു. പേര് സൈദലവി. ആരായിരുന്നു സൈദലവി? ഇവിടുത്തെ ലീഗർക്ക് അറിയാലോ. മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ അന്നത്തെ പ്രസിഡന്റാണ്. നമ്മൾ അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ കുടുംബക്കാരനാണ്. മൂന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജറാണ്. ആ മാനേജറെ സൈദലവിയെ പൊന്നിൻ കുടം പോലെ UDF-ന്റെ ഗവൺമെന്റ് സംരക്ഷിച്ചു. അവസാനം പാലക്കാട് നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അനീഷ് കുമാറിന്റെ മയ്യത്ത് മലപ്പുറത്തിന്റെ മൂന്നിയൂരിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സ്കൂളിന്റെ ഗേറ്റ് അടച്ചുപൂട്ടി ഇവര്. അവസാനം നാട്ടുകാർ കാണാൻ നടുറോട്ടിൽ വെച്ചിട്ട് മയ്യത്ത് കണ്ട് മടങ്ങേണ്ട ഗതികേടിലേക്ക് അദ്ദേഹം പഠിപ്പിച്ച ആയിരക്കണക്കിന് കുട്ടികള്, അവർക്ക് ജന്മം നൽകിയ രക്ഷിതാക്കള്, സഹപ്രവർത്തകര്, നാട്ടുകാര് ആവേണ്ടി വന്നു. ഇസ്ലാം എന്താ പഠിപ്പിച്ചത്? മുസ്ലിം ലീഗിനെ ഇസ്ലാമിന്റെ സംരക്ഷകരാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുമായിരുന്നില്ല. കാരണം പ്രവാചകനായ മുഹമ്മദ് നബി ഒരിക്കൽ തെരുവില് സ്വഹാബികളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മയ്യത്തുമായി ഒരു ആൾക്കൂട്ടം കടന്നു വരുന്നത് കാണുന്നു.
കണ്ടപാടെ പ്രവാചകൻ എണീറ്റ് നിന്നു. അപ്പോഴാണ് ഒരു സഹാബി ചോദിച്ചത്, എന്തിനാണ് അങ്ങ് എണീറ്റ് നിന്നത്? അതൊരു ഇസ്ലാമിന്റെ മയ്യത്തല്ല, ജൂതന്റെ മയ്യത്താണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ സ്വഹാബിയുടെ വലതുകരം തന്റെ വലതുകരത്തിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് മുത്തുനബി പറഞ്ഞു കൊടുത്ത മറുപടി, ഇസ്ലാം മയ്യത്തിനെ ബഹുമാനിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഈ മലപ്പുറത്തെ മക്കളെ പഠിപ്പിച്ച ഒരു അധ്യാപകന്റെ മുഖം കാണാനുള്ള അവസരം ഇവർ ഉണ്ടാക്കി കൊടുക്കാതിരുന്നത്. ഇല്ലേ? എല്ലാ UDF-ന്റെ ഘടകകക്ഷികളും ഒരുമിച്ച് നിന്നില്ലേ? അഭിപ്രായത്തില് ഒരാളെങ്കിലും അത് പാടില്ല എന്ന് പറയാൻ ഉണ്ടായോ? ഉണ്ടായില്ലല്ലോ. പുസ്തകം കൊടുക്കാത്ത, പുസ്തകത്തിന് വേണ്ടി ഹെഡ്മാസ്റ്റർമാർ സ്കൂളിന്റെ വരാന്തയിൽ കണ്ണിൽ ഇർക്കിളി വെച്ച് കാത്തിരിക്കല്ലായിരുന്നു കേരളത്തിൽ. അപ്പോഴല്ലേ ഇടതുപക്ഷത്തിന്റെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലേക്കും കയറി ചെന്ന് ഇന്റർനെറ്റ് കഫേകളിൽ കയറി പുസ്തകം ഡൗൺലോഡ് ചെയ്ത് ഓരോ കുഞ്ഞിന്റെയും കയ്യിൽ ഞങ്ങൾ എത്തിച്ചു കൊടുത്തു. മലപ്പുറം തിരൂര് കൈനിക്കര LP സ്കൂളില് DYFയുടെ പ്രവർത്തകർ പുസ്തകം വിതരണം ചെയ്ത് ഇറങ്ങി. നിമിഷങ്ങൾക്കകം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇരച്ചു കയറി ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി പിച്ചി ചീന്തി എറിഞ്ഞു. പിറ്റേ ദിവസത്തെ പത്രത്തില് കൈനിക്കര LP സ്കൂളിന്റെ ഗേറ്റും പിടിച്ച് നൂറുകണക്കിന് കുട്ടികൾ പാറിപ്പറക്കുന്ന പുസ്തകത്താളുകളിലേക്ക് കണ്ണുനീരോടെ നോക്കി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ മുസ്ലിം ലീഗിന്, ഇക്റഹ് നീ വായിക്കുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു തുടങ്ങിയ മതത്തിന്റെ പേരാണ് ഇസ്ലാം. ചൈനയിൽ പോയിട്ടെങ്കിലും വിദ്യാഭ്യാസം നേടണമെന്ന് പറഞ്ഞ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അനുയായികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരാണ് ഇത്തരത്തിൽ ചെയ്തത്. എന്താ ഉണ്ടായത്? അതുകൊണ്ട് ഒരു കാര്യമുണ്ടായി. കൈനിക്കര LP സ്കൂളിൽ നിൽക്കുന്ന വാർഡ് മലപ്പുറം ജില്ല രൂപീകരിച്ച കാലം മുതൽ മുസ്ലിം ലീഗാണ് അവിടെ മെമ്പറായി ജയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർ അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണിച്ചപ്പോ ആ കുട്ടികളാണ് അവരുടെ ഉമ്മയോട്, ഉപ്പയോട്, അമ്മയോട്, അച്ഛനോട് ചെന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് അറിവ് പകർന്നു തരാൻ ഞങ്ങളുടെ ഏട്ടന്മാർ തന്ന പുസ്തകം പിച്ചി ചീന്തി എറിഞ്ഞവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കരുത് എന്ന് മക്കൾ പറഞ്ഞു. രക്ഷിതാക്കൾ അനുസരിച്ചു. ഇല്ലേ? പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വകുപ്പാണ് വ്യവസായ വകുപ്പ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ജിമ്മ്, എമർജിംഗ് കേരള, നല്ല പേരുകളാണ്. 5 കോടി രൂപ ചെലവാക്കി 5 ദിവസം വെച്ച് എറണാകുളം താജ് ഹോട്ടലില് ഈ അങ്ങാടിയിൽ നിന്നും 8 രൂപക്ക് കുടിക്കുന്ന ചായ 250 രൂപക്ക് വാങ്ങിക്കൊടുത്ത് വലിയ വലിയ വ്യവസായികളെ സായിപ്പുമാരെ കൊണ്ടുവന്ന് മാമാങ്കം നടത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്? 30,000 ചെറുപ്പക്കാർക്ക് ഞങ്ങൾ തൊഴിൽ തരും. കൊടുത്തോ മുസ്ലിം ലീഗ് UDF? നിങ്ങള് ഞങ്ങൾക്കൊന്നും വേണ്ട. കമ്മ്യൂണിസ്റ്റുകാരനോ കമ്മ്യൂണിസ്റ്റുകാരന്റെ മക്കൾക്കോ അനുഭാവികൾക്കോ വേണ്ട. ഈ മലപ്പുറം ജില്ലക്കകത്ത് എന്നാണ് ലീഗ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതുപോലും പറയാൻ അറിയാത്ത വാപ്പമാരുടെ കാലം തൊട്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന മുസ്ലിം ലീഗിലെ പാവപ്പെട്ട നിരവധി ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. നന്നായി പഠിച്ചിട്ട് 2 ഡിഗ്രിയും 3 ഡിഗ്രിയും PGയും ഒക്കെ എടുത്തിട്ടും ഒരു ജോലി കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരിൽ 1000 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായ സ്ഥാപനം മലപ്പുറത്തിന്റെ മണ്ണിൽ തുടങ്ങാൻ ആരായിരുന്നു മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും വ്യവസായ വകുപ്പിനും തടസ്സം? ഞങ്ങൾ ഭരിക്കുന്നതിന്റെ ഇപ്പോഴല്ലേ 40 എണ്ണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരിക്കാൻ തുടങ്ങിയത്. ഇതുവരെ എന്തായിരുന്നു? മലപ്പുറത്തെ 95% പഞ്ചായത്തും ഭരിച്ചിരുന്നത് മുസ്ലിം ലീഗ്, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് മുസ്ലിം ലീഗ്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗ്, മുനിസിപ്പാലിറ്റികളിൽ കൂടുതലും ഭരിക്കുന്നത് മുസ്ലിം ലീഗ്. ആകെയുള്ള 16 MLA-മാരിൽ 14ഉം മുസ്ലിം ലീഗിന്റെ നേതാക്കള്, ആകെയുള്ള 2 MP-മാരിൽ 2ഉം മുസ്ലിം ലീഗിന്റെ ആളുകള്. ഈ നാടിന്റെ ഭരണവും നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് ഈ അങ്ങാടിയില് മുസ്ലിം ലീഗിന് വേണ്ടി വോട്ട് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന 1000 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയോ മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി സാഹിബ്? ഇല്ലല്ലോ. എന്താ ചെയ്തത്? ഇടതുപക്ഷത്തിന്റെ വ്യവസായ മന്ത്രി എളമരം കരീം ഈ കേരളത്തിന്റെ മണ്ണില് 29ഓളം വരുന്ന പൊതുമേഖലാ വ്യവസായങ്ങൾ ആരംഭിച്ചു. 50,013 വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തു. 6,000 കോടിയിലധികം ലാഭമുണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോന്ന ആ വ്യവസായ സ്ഥാപനങ്ങളിൽ 20ഉം ഷട്ടറിട്ട് തായിട്ട് പൂട്ടാൻ കാത്തു നിൽക്കുന്ന ആരാച്ചാരായി UDF-ന്റെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മൾ ആരുമല്ല, വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാ. 4,000 കോടി രൂപ നഷ്ടത്തിലാക്കി. 6,000 കോടി ലാഭത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ കാലത്തെ വ്യവസായ സ്ഥാപനങ്ങൾ 4,000 കോടി നഷ്ടത്തിലാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. 39 ലക്ഷത്തിലധികം വരുന്ന ചെറുപ്പക്കാര് ഈ കേരളത്തിനകത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നു. 39,000 ഇല്ലേ?
13,000-ലധികം വരുന്നവർ PSCയുടെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് വിവിധ കാര്യങ്ങളിൽ കിടക്കുന്നു. 3,016 വരുന്ന ചെറുപ്പക്കാർക്ക് അഡ്വൈസ് മെമ്മോ കയ്യിൽ കിട്ടിയിട്ട് ജോലി കിട്ടാതെ കാത്തു നിൽക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ ആർക്ക് കൊടുത്തില്ലെങ്കിലും മുസ്ലിം ലീഗിലെ ഒരു 10 ചെറുപ്പക്കാരന് ജോലി കൊടുക്കാൻ മുസ്ലിം ലീഗിന് ഈ മലപ്പുറം ജില്ലക്കകത്ത് സാധിച്ചിട്ടുണ്ടോ? ഇപ്പോ സ്പിന്നിങ് മില്ലുകൾ 2 എണ്ണം അടച്ചു പൂട്ടാൻ നിൽക്കുക. ഒരാഴ്ച പൂട്ടും, ഒരാഴ്ച തുറക്കും, ഒരാഴ്ച പൂട്ടും, ഒരാഴ്ച തുറക്കും. പുട്ടിന് തേങ്ങരണമായി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പിന്നിങ് മില്ല്. ഇവിടെ ഉള്ള മലപ്പുറത്തുള്ള ആകെ 2-3 സാധനങ്ങളാണ്. ഇതല്ലേ അവസ്ഥ? അങ്ങനെ ഓരോ വകുപ്പും പരിശോധിച്ച് കഴിയുമ്പോൾ ധനവകുപ്പിന്റെ അവസ്ഥ എന്താ? തോമസ് ഐസക് കേരളത്തിന്റെ ധനമന്ത്രിയായിരുന്ന സമയത്ത് 5 വർഷം ഭരിച്ച് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കൊണ്ടുപോയി ആരുടെ പേരിലും ഒരു ഭാരവും അടിച്ചേൽപ്പിക്കാതെ നന്നായി ഭരിച്ച് ഇറങ്ങിപ്പോരുമ്പോ 3,500 കോടിയോളം രൂപ കേരളത്തിന്റെ ഖജനാവിൽ ബാക്കി വെച്ച് പോന്നിട്ട് ഇപ്പോ ഞങ്ങൾ നമ്മൾ ഇറങ്ങി 5 കൊല്ലം കൊണ്ട് കോടിക്കണക്കിന് രൂപ കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ പേരിൽ പോലും ആയിരക്കണക്കിന് രൂപ കടമുള്ളവരാക്കി നമ്മളെ മാറ്റിയിട്ടല്ലേ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇറങ്ങിപ്പോന്നത്. എന്ത് കൊടുത്തു? പെൻഷൻ കൊടുത്തോ? ഇല്ലല്ലോ, പെൻഷൻ കൊടുക്കുന്നില്ല. ആധാർ കാർഡൊക്കെയാണ് ഇപ്പോ അല്ലെ. മൻമോഹൻ സിംഗും ഇവരും കൂടി ഒരുമിച്ച് നിന്ന സമയത്താണ് ആധാർ കാർഡ് വന്നതിന് ശേഷം കേരളത്തിൽ ഒരു കൂട്ടർക്ക് ഉപകാരം ഉണ്ടായി. കണ്ണാശുപത്രി അല്ലേ, അതിക്ക് തുറച്ചു നോക്കാൻ ആ പെൺകുട്ടി പറഞ്ഞ് നമ്മൾ നോക്കി, എല്ലാരെ കണ്ണും പുറത്താ. ആ ആധാർ കാർഡ് നമ്മളോട് എന്തൊക്കെ അവര് പറഞ്ഞൂലേ. ഇപ്പൊ ആർക്കൊക്കെയാണ് നമ്മള് ജോയിന്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി കണക്ട് ചെയ്യണം. നമ്മൾ കണക്ട് ആക്കി. ഗ്യാസിന്റെ കുറ്റിന്ന് ഗ്യാസ് പുറത്ത് വരണമെങ്കിൽ കുറ്റിയിൽ കണക്ട് ആക്കണം. നമ്മൾ കണക്ട് ആക്കി കൊടുത്തു. പിന്നെ പറഞ്ഞു പെൻഷന്റെ ബുക്ക് 65 വയസ്സുള്ള വികലാംഗരായവര്, മാനസിക രോഗി, ക്യാൻസർ രോഗി, അങ്ങനെ പെൻഷൻ കിട്ടുന്ന സകലമാന മനുഷ്യരും പെൻഷന്റെ ബുക്ക് ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് ലൈനായി നിൽക്കാൻ പറഞ്ഞു. പഞ്ചായത്തിന്റെ മുമ്പിൽ നിന്നില്ലേ പെൻഷൻ. ഉമ്മൻചാണ്ടി ഇറങ്ങി പോകുമ്പോ ഞാൻ പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ചെക്ക് ലീഫ് കൊടുത്ത് ആ ചെക്ക് ലീഫുമായി ധാരാളം അമ്മമാരും അച്ഛന്മാരും ബാപ്പമാരും പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ ഇന്നും ബാങ്കിന്റെ ATM കൗണ്ടർ തേടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്ക് കേരളത്തിനെ കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിച്ച, സാക്ഷര കേരളം എന്ന് വിളിച്ച, ശുചിത്വ കേരളം എന്നറിയപ്പെട്ട, ആരോഗ്യ കേരളം എന്നിങ്ങനെ നിലയിൽ ലോകത്തിന്റെ ഭൂപടത്തിൽ എപ്പോഴും 1-ാം സ്ഥാനത്ത് മിന്നിത്തിളങ്ങി നിന്ന കേരളത്തിനകത്ത് 10-14 വരുന്ന മുഖ്യമന്ത്രിമാർ മാന്യമായിരുന്ന കസേരയിലിരുന്ന് നെറികെട്ട ഭരണം നടത്തുന്ന മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടിയും ആ ഉമ്മൻചാണ്ടിക്ക് കൂട്ടുനിൽക്കുന്നവരായിട്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയും മാറി ഈ കേരളത്തെ അഴിമതിയുടെയും രാഷ്ട്രീയ ജീർണതയുടെയും ഈറ്റില്ലമാക്കി മാറ്റിയില്ലേ ഇവര്. ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഈ രീതിയിൽ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നഷ്ടപ്പെട്ട മുഴുവൻ നേട്ടങ്ങളെയും തിരിച്ചു പിടിക്കാനുള്ള ദിവസമാണ് മെയ് 16. ആ മെയ് 16 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന സഖാവ് ശശിയേട്ടന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിപ്ലവാഭിവാദ്യങ്ങൾ. ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് ശശി, വേദിയിലുള്ള സഖാവ് PP, അംസകുട്ടിയക്ക, സഖാവ് രമേശൻ, PC ഷംസുദ്ദീൻ, മറ്റ് വേദിയിലുള്ള ബഹുമാന്യ നേതാക്കളെ, ഈ സദസ്സിലുള്ള കാരണവന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൽ നാം ചർച്ച ചെയ്യപ്പെടേണ്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് 2-3 മണിക്കൂർ നേരം ഇവിടെ സവിസ്തരം വിശദീകരണങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ മണ്ഡലത്തിൽ 3 പ്രദേശത്ത് LDFന്റെ കൺവെൻഷനായിരുന്നു. അതിനിടയിൽ ഒരു കുന്നക്കാവിലെത്തിയപ്പോൾ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് കൂടി വന്നുപെട്ടതോടെ ഇവിടെ എത്തിച്ചേരാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും വൈകിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വൈകി വന്ന് ഇനി കൂടുതൽ സമയം നിങ്ങളുടെ അപഹരിക്കുന്നത് ഉചിതമല്ല എന്ന് ഞാൻ കരുതുകയാണ്.
സാമാന്യന എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സഖാവ് രമേശൻ സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത്. ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനപ്രതിനിധി പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നതിൻ്റെ സാഹചര്യം അത് ഒരു അതിശയോക്തിപരമായി ഞങ്ങൾ പറയുകയല്ല. കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരുടെ ഭരണം വരുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ പൊതുവെ കേരളത്തിലെ ജനങ്ങളാകെ ഇടതുപക്ഷം വരും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നടന്ന എല്ലാ ഏജൻസി സർവേകളും ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം. ഒരു 82 മുതൽ 96 സീറ്റ് വരെ ഇടതുപക്ഷത്തിന് കിട്ടും. അങ്ങനെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ വരും എന്ന നില ഉറപ്പായിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു ഇടതുപക്ഷ MLA ഉണ്ടാവുന്നതിൻ്റെ ഗുണം ഇവിടെ രമേശൻ ചൂണ്ടിക്കാണിച്ചത്. 2006 മുതൽ 2011 വരെ ഞാനിവിടെ ഇടതുപക്ഷ ജനപ്രതിനിധിയുടെ പേരിൽ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അന്നത്തെ അനുഭവത്തിൽ നമുക്കറിയാം, ആ ഗവൺമെന്റിന്റെ തണലുള്ളത് കൊണ്ടാണ് അന്നത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മുടെ മണ്ഡലത്തിൽ 39,000-ഓളം വരുന്ന കുടുംബങ്ങളിൽ വൈദ്യുതി എത്തിക്കുന്ന സമ്പൂർണ്ണ വൈദ്യുതീകരണം ഈ മണ്ഡലത്തിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് പെരിന്തൽമണ്ണയിൽ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ അന്ന് ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 60 ലക്ഷത്തിലേറെ രൂപയുടെ ചികിത്സാ സഹായങ്ങളാണ് അന്ന് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അതിന് കാരണം പെരിന്തൽമണ്ണയിലെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനെടുത്ത മുൻകൈയിനോടൊപ്പം ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയ്ക്ക് പെരിന്തൽമണ്ണയിൽ കണ്ടെത്തി അത് ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് അന്ന് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. നമ്മുടെ പട്ടിക്കാട് ചുങ്കത്തുണ്ട് ഒരു ത്രിവേണി മാർക്കറ്റ്. അന്ന് ത്രിവേണിയുടെ ഒരു മാർക്കറ്റ് പെരിന്തൽമണ്ണയിൽ അനുവദിച്ച് കഴിഞ്ഞിരുന്നു, ഒരു സൂപ്പർ മാർക്കറ്റ്. രണ്ടാമത്തെ ഒരു മിനി മാർക്കറ്റ് തരാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഷംസുദ്ദീനും സത്താറാജിയും ഒക്കെ അത് പട്ടിക്കാട് വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ അന്നത്തെ സിവിൽ സപ്ലൈസിന്റെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സി ദിവാകരനെ കണ്ട് സംസാരിച്ച് ത്രിവേണി മിനി മാർക്കറ്റും ഒരു സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ അന്ന് നമ്മുടെ മണ്ഡലത്തിൽ അനുവദിച്ച് കിട്ടിയത്. അവിടെ തന്നെ ശ്രീമതി ടീച്ചറുടെ നേതൃത്വത്തിലാണ് പട്ടിക്കാട് ചുങ്കത്ത് ഒരു ആയുർവേദ സെന്റർ അനുവദിക്കപ്പെട്ടത്. നമ്മുടെ പട്ടിക്കാട് പരിസര പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ പോയിരുന്നത് പലയിടത്തേക്കായിരുന്നു. ആ സമയത്താണ് പട്ടിക്കാട് ചുങ്കത്ത് ഇലക്ട്രിസിറ്റി ഓഫീസ് നമുക്ക് അനുവദിച്ച് കിട്ടുന്നത്. നമ്മുടെ ഇപ്പുറത്ത് മേലാറ്റൂരിൽ മണിയാണിക്കടവ് പാലത്തിന്റെ പണി മുടങ്ങിക്കിടക്കുകയായിരുന്നു. അതിനാവശ്യമായ പണം അനുവദിക്കുക മാത്രമല്ല, ആ പുഴയിൽ കൊമ്പങ്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടാമതൊരു പാലം, 2 പാലാണ് അന്ന് അനുവദിച്ച് കിട്ടിയത്. അപ്പോ നമ്മുടെ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ നമ്മുടെ ഗവൺമെന്റുള്ള കാലത്ത് 5 പാലങ്ങളാണ് പണി പൂർത്തിയാക്കി തുറന്നു കൊടുത്തത്. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത്, വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് വരുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനപ്രതിനിധിക്ക് ഒരവസരം കൂടി നിങ്ങൾ നൽകണമെന്ന്. ഞാൻ മറ്റ് വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം പദ്ധതികൾ മാത്രമല്ല, അത് ജനങ്ങളുടെ വരുമാനത്തിലും തൊഴിലിലും മാറ്റം വരുത്താൻ കഴിയേണ്ടതാണ്. അതിനുപകരിക്കുന്നതാണ് കുടുംബശ്രീ. നമ്മുടെ പെരിന്തൽമണ്ണയിൽ
മണ്ഡലത്തിൽ ഏതാണ്ട് 12,000-ഓളം വരുന്ന കുടുംബശ്രീ അംഗങ്ങളുണ്ട്. 500 ചില്ലാനത്തോളം വരുന്ന കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ട്. അതിൽ വരുന്ന ഈ 10-12,000 വരുന്ന കുടുംബശ്രീ വനിതകൾക്ക് വരുമാനം ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾക്ക് സർക്കാരിന്റെ സബ്സിഡി ഇപ്പോൾ കിട്ടുന്നില്ല. അവർക്ക് നന്നായി സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ ധാരാളം സംരംഭങ്ങൾ സ്ത്രീകൾക്ക് തുടങ്ങാൻ കഴിയും. ഒരു സ്ത്രീക്ക് വരുമാനം ഉണ്ടായാൽ ആ കുടുംബത്തിൽ അതുണ്ടാക്കുന്ന ഗുണം ചെറുതല്ല. നമ്മുടെ ഗവൺമെന്റ് വന്നാൽ കുടുംബശ്രീ സംവിധാനത്തെ നന്നായി സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തുകളിൽ നടക്കുന്ന പരിരക്ഷാ പദ്ധതി പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെന്റ് വന്നാൽ പെരിന്തൽമണ്ണയിൽ ആലോചിക്കുന്ന ഒരു കാര്യം, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പാലിയേറ്റീവ് പ്രവർത്തകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, കിടപ്പിലായ രോഗികൾ, പ്രത്യേകിച്ച് കയ്യിനൊക്കെ കേടുവന്നിട്ടുള്ള ആളുകൾ ഈ മുച്ചക്ര വാഹനം കിട്ടിയാൽ അവർക്ക് മുച്ചക്ര വാഹനം കയ്യിന് ആരോഗ്യമുള്ള ആൾക്കേ ഓടിക്കാൻ പറ്റുള്ളൂ. കയ്യിന് ആരോഗ്യം ഇല്ലാത്ത ആളോ, അവരുടെ സജഷൻ ഒരു മോട്ടോറൈസ്ഡ് വീൽ ചെയർ, മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള വീൽ ചെയർ ആണെങ്കിൽ അത് ഒരു 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 സാധാരണ ഒട്ടും കയ്യിന് പോലും സ്വാധീനമില്ലാത്ത ആൾക്കും ഓടിച്ചു പോകാൻ കഴിയുന്നതാണ്. അതേപോലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പ്രാഥമിക പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യങ്ങൾ പാലിയേറ്റീവ് രോഗികൾക്ക് ഇപ്പോൾ ലഭ്യമല്ല. അതിന് പ്രത്യേകമായി പൈസ മുടക്കി ചെയ്യണം. എന്നാൽ അത്തരമൊരു സെന്റർ നമുക്ക് പെരിന്തൽമണ്ണയിൽ ആരംഭിക്കാൻ കഴിയുകയാണെങ്കിൽ അത് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ 100 കണക്കിന് വരുന്ന കിടപ്പിലായ രോഗികൾക്ക്, അരയ്ക്ക് താഴെ തളർന്നവർക്ക്, വീടുകളിൽ നിന്ന് മോചനം, ഒരു ശാപം പോലെ വീട്ടിൽ കഴിയുന്നു എന്ന് കരുതുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷ നൽകാൻ കഴിയുന്ന പദ്ധതിയാണ്. അത്തരത്തിലുള്ള 100 കണക്കിന് പദ്ധതികൾ നമുക്ക് ആരംഭിക്കാൻ കഴിയും. നമ്മുടെ പെരിന്തൽമണ്ണ ആസ്ഥാനമാക്കി ഒരു സോഫ്റ്റ്വെയർ പാർക്ക്, നമ്മുടെ പഠിച്ചു വന്ന കുട്ടികൾക്ക് ജോലി ലഭിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ പാർക്ക് നമ്മുടെ മണ്ഡലത്തിന്റെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ സ്ഥലം ലഭ്യമാക്കി തുടക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെയാണ് നിങ്ങളുടെ പഞ്ചായത്തിൽ ആ പൂങ്കാവനം എന്ന് പറയുന്ന ഒരു സ്ഥലം എത്രയോ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ആ സ്ഥലത്തെ എങ്ങനെയാണ് ജനോപകാരപ്രദമായി പരിവർത്തിപ്പിച്ചെടുക്കുക, ഈ പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും നാട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ആ പൂങ്കാവനം റിസർവോയറിനെ പരിവർത്തിപ്പിച്ചെടുക്കാൻ എന്താണ് വഴി? ഇങ്ങനെ നമ്മുടെ നാടിനിണങ്ങുന്ന നിരവധിയായ കാര്യങ്ങൾ നിർവഹിച്ചെടുക്കാൻ കഴിയണം. ഏത് പട്ടികജാതി കോളനിയിലെ പരിസരത്ത് കൂടെ പോയാലും ആളുകളുടെ പരാതി കുടിവെള്ളം കിട്ടുന്നില്ലെന്നാണ്. സമഗ്രമായ ഒരു കുടിവെള്ള പദ്ധതി, ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് വെള്ളം ലഭിക്കുക എന്നൊരു സർവേ നടത്തി പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രോജക്ട് നടപ്പിലാക്കാൻ കഴിയുമോ നോക്കണം. വൈദ്യുതി എത്തിച്ചതുപോലെ കുടിവെള്ളം പെരിന്തൽമണ്ണയിലെ മുഴുവൻ ആളുകൾക്ക് ലഭ്യമാക്കുക ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. അങ്ങനെ നമ്മുടെ മണ്ഡലത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ജീവിതത്തിന് ആശ്വാസം നൽകാനും അവർക്ക് തൊഴിൽ ലഭിക്കാനും അവർക്ക് വരുമാനം ഉറപ്പുവരുത്താനും കഴിയുന്ന പദ്ധതികൾ നടപ്പാക്കുക എന്നതാണ് ഇടതുപക്ഷം വിഭാവനം ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു ബദൽ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ജനപ്രതിനിധിയായി മത്സരിക്കുന്ന ഞാൻ നിങ്ങളുടെ മുൻപിൽ വോട്ട് ചോദിക്കുന്നത്. തീർച്ചയായും വികസനം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ്, അതിനേക്കാൾ വലുതാണ് മാനസികമായ വികസനം. നമ്മുടെ നാട്ടിൽ കെട്ടിടങ്ങളും സമുച്ചയങ്ങളും വർദ്ധിക്കുന്നുണ്ടെങ്കിലും മനസ്സ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കുന്നത് വർഗീയതയാണ്. ആ വർഗീയതയെ നേരിടാൻ ഇച്ഛാശക്തിയുള്ള, ഉള്ളുറപ്പുള്ള ഒരു രാഷ്ട്രീയമാണ്. അതാർക്കാണുള്ളത്? നമ്മുടെ നാട്ടിൽ ഏത് വർഗീയവാദികളുടെയും മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു കൊടിയുണ്ടെങ്കിൽ അത് ചെങ്കൊടി മാത്രമാണ് എന്ന് നാട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോ ആ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ തണലിൽ മാത്രമേ വർഗീയതയെ തളച്ചു കെട്ടാനാകൂ. അതുപോലെയാണ് അഴിമതി. രാഷ്ട്രീയത്തെ മൂല്യമില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് അഴിമതി. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് അഴിമതിക്ക് വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന കാശ് വെച്ച് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വിലക്കെടുക്കുന്നത് പുതിയൊരു ശൈലിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ അത്തരം രാഷ്ട്രീയത്തിന്റെ ഒന്നും പ്രവർത്തന കേന്ദ്രമല്ല. ഈ പെരിന്തൽമണ്ണയിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകരായി തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്നിരുന്ന നേതാക്കളുണ്ട്. ഗോവിന്ദ മേനോനെ പോലെയുള്ള ആളുകൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ എതിരെ പോരാട്ടത്തിൽ ധീരമായ പോരാട്ടം നടത്തി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള മാധവൻ നായരും ഗോവിന്ദ മേനോനും ഒക്കെ അടങ്ങുന്ന ഒരു തലമുറ ദേശീയ പ്രസ്ഥാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിനേക്കാൾ ഉജ്ജ്വലരായ പോരാളികൾ. ഇവിടെ ഗോവിന്ദൻ നമ്പ്യാരെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നിപ്പോൾ എണീറ്റ് പോയ പി വാസുദേവന്റെ അമ്മാവനാണ് അദ്ദേഹം. ജന്മി കുടുംബമായിരുന്നു. അവരുടെ പത്തായത്തിൽ കിടക്കുന്ന നെല്ല് അരിക്ക് ക്ഷാമം വന്ന കാലത്ത് അപ്പുറത്ത് കാളവണ്ടി കൊണ്ടുവന്ന് നിർത്തി ഈ സ്വന്തം കുടുംബത്തിന്റെ പത്തായം കൊള്ള ചെയ്ത് അത് പാവപ്പെട്ട ആളുകൾക്ക് കൊണ്ടുകൊടുത്ത നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു ഗോവിന്ദൻ നമ്പ്യാര്. EP ഗോപാലൻ തൊഴിലാളി കർഷക പ്രക്ഷോഭങ്ങൾ നടത്തി ആ അങ്ങാടിയിൽ വെച്ച് പോലീസിന്റെ മർദ്ദനമേറ്റുവാങ്ങിയ EP പോലുള്ള ആളുകൾ. സഖാവ് മൂസക്കുട്ടി എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വളരെ ചെറിയൊരു മനുഷ്യൻ, ഒരു ബീഡി തൊഴിലാളിയാണ്. പക്ഷെ പെരിന്തൽമണ്ണയിലെ ഒരു പ്രമാണിയും മൂസക്കുട്ടിയോട് കളിക്കില്ല. പോരാട്ടത്തിന്റെ രൂപമായിരുന്നു മൂസക്കുട്ടി. നമ്മുടെ മനഴി മാഷ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് വേണമെങ്കിൽ ഒരാക്ഷേപം പറഞ്ഞേക്കാം. പക്ഷെ വേറൊന്നും പറയേണ്ടാവില്ല. ഞാൻ അതൊന്നും പറയുന്നില്ല. കോൺഗ്രസിലും നല്ല പ്രവർത്തകരുണ്ടായിരുന്നു, മുസ്ലിം ലീഗിൽ പോലും നല്ല പ്രവർത്തകരുണ്ടാവാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ത്യാഗത്തിന്റെ കൂടിയാണ്. എന്നാൽ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും എല്ലാ അംശങ്ങളെയും മാറ്റിവെക്കുക. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സൗന്ദര്യ മത്സരമായി കൊണ്ടു നടക്കുക. അതിനുവേണ്ടി പണവും പ്രതാപവും ഇഷ്ടം പോലെ ഉപയോഗിക്കുക. അതാണ് ഈ കാലത്തിന്റെ രാഷ്ട്രീയമെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കുക. ഇതൊരു വഴിതെറ്റിയ പോക്കാണ്. നമ്മുടെ പെരിന്തൽമണ്ണയുടെ ഉജ്ജ്വലമായ പാരമ്പര്യം, വള്ളുവനാടിന്റെ പാരമ്പര്യം, ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം, സഖാവ് EMS-ഉം സഖാവ് ചെറുകാടും ഉൾപ്പെടെയുള്ള മഹാന്മാരായ വിപ്ലവകാരികൾ വഴികാട്ടിയ മണ്ണിൽ നമുക്ക് കേരളത്തിൽ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും കൊടിയാണ് ഉയർത്തിക്കെട്ടേണ്ടത് എന്ന് തെളിയിക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം ഒരു പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരാണെങ്കിൽ, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നിൽക്കുന്നവരാണെങ്കിൽ അവർ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മാതൃകയാണിതെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ആ പോരാട്ടത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും വഴിയിലൂടെ രാഷ്ട്രീയം സഞ്ചരിക്കണമെന്ന്, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഞാൻ സർവദാ നിങ്ങളുടെ മുന്നിലുണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം.